ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് യൂണിറ്റിലെ പോമാണ് ഫോറിൻ ലാൻഡ്സ്. ഇത് എഴുതിയിരിക്കുന്നത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആണ്, പോയറ്റാണ്, അതുപോലെ തന്നെ ട്രാവൽ റൈറ്ററാണ്. അതായത് അദ്ദേഹം നോവലുകൾ എഴുതിയിരുന്നു, എസ്സേ എഴുതിയിരുന്നു, കവിതകളുണ്ട്, അതുപോലെ യാത്രാ വിവരണങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് ട്രഷർ ഐലൻഡ് ആൻഡ് സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡേ ആൻഡ് കിഡ്നാപ്ഡ്. ഹി ഓൾസോ പബ്ലിഷ്ഡ് 4 കളക്ഷൻസ് ഓഫ് പോം. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയട്രി കളക്ഷൻസ് ആണ് എ ചൈൽഡ് ഗാർഡൻ ഓഫ് വേഴ്സസ്, പെന്നി വിസിൽസ്, അണ്ടർവുഡ്സ് ആൻഡ് ബാലഡ്സ്. ഇനി നമുക്ക് ഫോറിൻ ലാൻഡ്സ് എന്ന ഈ കവിതയിലേക്ക് പോവാം. ഇത് ഒരു കുട്ടി ഭാവനയിലൂടെ കാണുന്ന കാര്യങ്ങളാണ്. ഇമാജിനേഷൻ്റെ ഒരു പവറാണ് ഇത് ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. നമ്മുടെ യൂണിറ്റ് തന്നെ ഇമാജിനേഷൻ ആണ്. അപ്പം ഒരു കുട്ടി തൻ്റെ ഭാവനയിലൂടെ കാണുന്ന ഒരു ലോകത്തെ പറ്റിയാണ് ഈ പോയത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. അപ് ടു ദി ചെറി ട്രീ, അപ്പ് ഇൻ ടു ദി ചെറി ട്രീ, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. Up into the cherry tree. ഈ കവിത തുടങ്ങുന്നത് തന്നെ ആ കുട്ടി സ്വയം ഒരു ചോദ്യം ചോദിക്കുകയും അതിനുത്തരം ആ ആൾ തന്നെ പറയുകയും ചെയ്യുന്നു. ആർക്കാണ് ഈ ചെറിയ ട്രീയുടെ മുകളിൽ കയറാൻ സാധിക്കുന്നത്? ഈ ചെറിയ എനിക്കല്ലാതെ ആർക്കാണ്? അതായത് ഞാൻ ഈ ചെറിയ ട്രീയുടെ മുകളിൽ കയറി കഴിഞ്ഞു. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. I held the trunk എന്ന് പറഞ്ഞാൽ ട്രങ്ക് എന്ന് പറഞ്ഞാൽ തായ്തടി അല്ലെങ്കിൽ ആ ബ്രാഞ്ച്, മരത്തിൻ്റെ ശിഖരങ്ങളാണ്. ഞാൻ ആ ശിഖരങ്ങളിൽ, മരത്തിൻ്റെ ശിഖരങ്ങളിൽ 2 കൈകൊണ്ടു പിടിച്ചിട്ടുണ്ട്. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത ദേശങ്ങളിലേക്ക് നോക്കി. എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശം, അല്ലെങ്കിൽ ഫോറിൻ ലാൻഡ്സും അപരിചിതമായ ദേശമാണ്. അപ്പോൾ ഇവിടെ ആ കുട്ടി ചെറിയ മരത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത അപരിചിതമായ ദേശങ്ങളിൽ ഒക്കെ കാണാൻ സാധിച്ചു. I saw the next door garden lie, adorned with flowers before my eye, and many pleasant places more that I had never seen before. ഞാൻ അവിടെ ഇരുന്നപ്പോൾ നെക്സ്റ്റ് ഡോർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നെയ്ബറിൻ്റെ പൂന്തോട്ടം. ഞാൻ ആ മരത്തിലിരുന്ന് നോക്കിയപ്പോൾ അടുത്ത വീട്ടിലെ മനോഹരമായ ഒരു പൂന്തോട്ടം കണ്ടു. ധാരാളം പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട ഒരു പൂന്തോട്ടം എൻ്റെ കണ്ണിന് മുന്നിൽ തെളിഞ്ഞു വന്നു. അഡോൺ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക. അപ്പം ധാരാളം മനോഹരമായ പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട ഒരു പൂന്തോട്ടം. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ഇതിനു മുൻപ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത വളരെ മനോഹരമായ ധാരാളം സ്ഥലങ്ങളും ഞാൻ കണ്ടു. I saw the dimpling river pass and be the sky's blue looking glass. The dusty roads go up and down with the people tramping into town. I saw the dimpling river pass. ഞാൻ വളരെ ശാന്തമായിട്ട് വളരെ വേഗത്തിൽ ഒഴുകുന്ന ഒരു റിവറിനെ കണ്ടു. ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. ആ റിവർ എന്ന് പറയുന്നത്, അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ അത് ആകാശത്തിൻ്റെ ഒരു കണ്ണാടിയായിട്ട് മാറുന്നു. അതായത് ആകാശത്തിനതിൽ കണ്ണാടി നോക്കാൻ സാധിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ തെളിഞ്ഞ നിറമുള്ള പുഴകളിലൊക്കെ ആകാശത്തിൻ്റെ ഒരു നീല നിറം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെയാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിന് നോക്കാൻ പറ്റുന്നത് പോലെയുള്ള, മുഖം നോക്കാൻ പറ്റുന്നത് പോലെയുള്ള ഗ്ലാസ് പോലെയുള്ള വെള്ളമാണ്. ഡിംപ്ലിംഗ് എന്ന് പറയുന്നത് റണ്ണിങ് ഇൻ ടു എ ലോവർ സർഫസ് ആണ്. അപ്പം ഫാസ്റ്റ് ഫ്ലോയിങ് എന്നും പറയാം. അപ്പോൾ അങ്ങനെ ഒരു റിവറും ഞാൻ കാണുന്നു. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഒരു പൊടി പിടിച്ച റോഡ് മുകളിലേക്കും താഴേക്കും പോകുന്നുണ്ട്. വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. അപ്പം ട്രാമ്പിങ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ബൈ ഫൂട്ടാണ്, അതായത് കാലുകൊണ്ട് നടന്നു പോകുന്നതിനെയാണ്. അതായത് ധാരാളം ആൾക്കാർ ആ പൊടി പിടിച്ച റോഡിലൂടെ നടന്ന് പോകുന്നുണ്ട്. If I could find a higher tree, farther and farther I should see.
ടു വെയർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ് ഇൻ ടു ദി സീ എമംഗ് ദ ഷിപ്സ്. അപ്പോൾ ആ കുട്ടി വീണ്ടും വിചാരിക്കുകയാണ്, ഇതിലും പൊക്കമുള്ള അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ ഉയരമുള്ള ഒരു മരം എനിക്ക് കണ്ടുപിടിച്ച് അതിലെനിക്ക് കയറി നിൽക്കാൻ സാധിച്ചാൽ കൂടുതൽ കൂടുതൽ അകലെയുള്ള സ്ഥലങ്ങൾ, ഫാദർ ആൻഡ് ഫാദർ, കൂടുതൽ അകലെയുള്ള സ്ഥലങ്ങൾ എനിക്ക് കാണാൻ സാധിക്കും. ടു വെയർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ് ഇൻ ടു ദി സീ എമംഗ് ദ ഷിപ്സ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഇതിലും വലിയ നദികളൊക്കെ കടലിലേക്ക് വഴുതിമാറുന്ന, അതായത് കടലിലേക്ക് ചെന്നു പതിക്കുന്ന, ധാരാളം കപ്പലുകൾ നിറഞ്ഞ കടലിലേക്ക് വലിയ നദികൾ ചെന്നു പതിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഇതിലും ഉയരമുള്ള ഒരു മരം ഞാൻ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ. To where the road on either hand leads onward into fairy land. അപ്പം അങ്ങനെ ആ മരത്തിലിരിക്കുമ്പോൾ എനിക്ക് ആ കടൽ മാത്രമല്ല കാണാൻ സാധിക്കുക, എനിക്ക് ഫെയറി ലാൻഡിലേക്കുള്ള, ഒരു അത്ഭുത ലോകത്തിലേക്കുള്ള ഒരു വഴിയും കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ചെറി ട്രീയിൽ ഇരിക്കുമ്പോൾ ആ കുട്ടി കാണുന്നത് ഒരു പൊടി പിടിച്ച റോഡാണ്. അതിലൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്, ടൗണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലുമുള്ള ഉയരമുള്ള ഒരു മരത്തിലിരുന്നെങ്കിൽ എനിക്ക് ഫെയറി ലാൻഡിലേക്കുള്ള ഒരു വഴി കാണാൻ സാധിച്ചേനെ. എങ്ങനെയുള്ള ഫെയറി ലാൻഡാണ്? വെയർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5 ആൻഡ് ഓൾ ദ പ്ലേത്തിങ്സ് കം എലൈവ്. എല്ലാ കുട്ടികളും 5 മണിക്ക് ആഹാരം കഴിക്കുന്ന, അവിടെയുള്ള കളിപ്പാട്ടങ്ങൾക്കൊക്കെ ജീവൻ ഉണ്ടായിരിക്കും. അതായത് ചുറ്റും ജീവനുള്ള കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം. അവിടെയുള്ള കുട്ടികൾ വൈകുന്നേരം 5 മണിയാകുമ്പോഴേ ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ള ഒരു ഫെയറി ലാൻഡിലേക്കുള്ള ഒരു വഴിയും കൂടി എനിക്ക് കാണാൻ സാധിച്ചേനെ.